Very good morning, dear students. So hope you all are fine. Okay, economics വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ചെറുതായിട്ടുണ്ടായിരുന്ന കൺഫ്യൂഷനൊക്കെ മക്കൾക്ക് ഇപ്പം മാറി കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുന്ന എക്സൽ ബുക്ക് തന്നെയാണ് ഇപ്പം എൻ്റെ കയ്യിലും ഉള്ളത്. അപ്പോൾ അത് കാരണം നമുക്ക് വലിയ ഇഷ്യൂസ് വരാനായിട്ടുള്ള സാധ്യതകളില്ല. ഓക്കെ, സോ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് എവിടെയായിരുന്നു? നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഇറ്റ്സ് കംപ്ലീറ്റ്ലി റിലേറ്റഡ് വിത്ത് എക്കണോമിക് റിഫോംസ്. 25 ഇയേഴ്സ് ഓഫ് എക്കണോമിക് റിഫോംസിനെ കുറിച്ചിട്ടാണ്. സോ വാട്ട് ഡു യു മീൻ ബൈ റിഫോംസ്? എക്കണോമിക് റിഫോംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീറെഗുലേഷൻസ് ആണ്. ഓക്കെ, ഡീറെഗുലേഷൻസ് അതല്ല എന്നുണ്ടെങ്കിൽ അറ്റ് ടൈംസ് ടു റിഡക്ഷൻ ഇൻ ദ സൈസ് ഓഫ് ദി ഗവൺമെൻറ് എന്നുള്ളതാണ്. പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നതിനേക്കാളും പഴയ കാര്യങ്ങളിൽ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള അഴിച്ചുപണികൾ നമ്മൾ നടത്തുന്നതിനെയാണ് എക്കണോമിക് റിഫോംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ടൈം ടു ടൈം നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരാറുണ്ട്. ഈ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് നമുക്ക് ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അതിനനുസരിച്ച് ചിലപ്പോൾ അവർ ഒരു കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ദേ ആർ ഹാവിങ് എ വിഷൻ ആൻഡ് ദേ ആർ എക്സ്പെക്റ്റിംഗ് സം ഡ്രാസ്റ്റിക് ചേഞ്ചസ്. അപ്പോൾ ഇതൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് അവരൊരു മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിക്കുന്നത്. പക്ഷേ വാട്ട് ആക്ച്വലി ഹാപ്പൻസ് ഇസ് വെൻ ഇറ്റ് കംസ് ടു റിയാലിറ്റി, ഈ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ വരുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ അവർ വിചാരിച്ച രീതിയിലുള്ള അല്ലെങ്കിൽ അവർ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിലുള്ള ചേഞ്ചസ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും കാര്യങ്ങളൊക്കെ മറിയുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്കവിടെ വരുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യണം? പുതിയ കാര്യം നടപ്പിലാക്കുന്നതിനേക്കാളും ബെറ്റർ ഉള്ളതിൽ നിന്ന് തന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില നല്ല കാര്യങ്ങൾ സംഭവിക്കാം. ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ എക്കണോമിക് റിഫോംസ് കൊണ്ടുവരുന്നത്. ക്ലിയർ? സോ നമുക്കിനി അതിൻ്റെ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. In 1947, when the country became independent, India was a backward agrarian economy. അപ്പം നമ്മൾ 1947 ശേഷം, ദാറ്റ് ഈസ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, ആ ഇൻഡിപെൻഡൻസ് കിട്ടിയ സമയത്തേക്ക് നമ്മളിനെ മുഴുവൻ ഭരിച്ചിരുന്നത് ഇംഗ്ലണ്ട് അല്ലായിരുന്നു. ഓക്കെ, സോ ദ പീപ്പിൾ, നമ്മുടെ ബ്രിട്ടീഷ് പീപ്പിൾ എന്താ ചെയ്തിരുന്നത്? നമ്മളിനെ ഒരു കാര്യത്തിലേക്കും അവർ ഫോർവേഡ് ചെയ്തിരുന്നില്ല. അവർ മുഴുവനും, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് മുഴുവനും അവരുടെ പീപ്പിളിനാണ്. സോ ദേ വർ നോട്ട് കൺസിഡറിങ് എനി ഇന്ത്യൻ പീപ്പിൾ അറ്റ് ഓൾ. സോ ഇന്ത്യൻ പീപ്പിൾസ് ആർ നോട്ട് അലൗഡ് ടു ഗോ ടു സ്കൂൾസ്, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ഒരു റൈറ്റ്സും ഇല്ല. ഇങ്ങനെ കാസ്റ്റ് സിസ്റ്റം, ഇതൊക്കെ ഭയങ്കര ഏറ്റവും ഹൈയിൽ നിന്നിരുന്ന ഒരു സമയങ്ങളൊക്കെയാണ് ആ സമയത്ത്. അതിൽ ഫോർവേഡ് കാസ്റ്റ് മാത്രമാണ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടുള്ളൂ. ബാക്ക്വേർഡ് കാസ്റ്റുള്ള ആൾക്കാർക്ക് അവരെ മുന്നിലേക്ക് വരാനുള്ള റൈറ്റ് പോലും ഇല്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ആ സമയത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ നമ്മുടെ ഇൻഡിപെൻഡൻസിൻ്റെ ആ സമയത്ത് 1947, 50s, 60s നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്ക്വേർഡ് ആയിട്ടുള്ള അഗ്രേറിയൻ എക്കണോമി തന്നെയാണ്. അഗ്രികൾച്ചറിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സിസ്റ്റം തന്നെയാണ്. 2 centuries of colonial exploitation had destroyed Indian agriculture and the vibrant cottage and small-scale industry, resulting in 2 centuries of economic stagnation. So 2 countries കൊളോണിയൽ എക്സ്പ്ലോയിറ്റേഷൻ വന്നതിന് ശേഷം നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ ഇന്ത്യ രാജ്യത്തേക്ക് ബിസിനസ് ചെയ്യാൻ അല്ലെങ്കിൽ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് ഫോറിനേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ. അവർ പതുക്കെ വന്ന് അവരങ്ങോട്ട് ഇവിടെ വളർന്ന് പന്തലിച്ചു. നമുക്കവിടെ ഒരു റോളും ഇല്ലാത്തൊരു സിറ്റുവേഷനിലേക്കാണ് നമ്മൾ മാറിപ്പോയത്. ഓക്കെ, അവർ കൊണ്ടുവന്ന് നശിപ്പിച്ചത് മുഴുവൻ നമ്മുടെ ഇന്ത്യൻ ട്രഡീഷണൽ ആയിട്ടുള്ള പല കോട്ടേജ് ഇൻഡസ്ട്രീസ്, അഗ്രികൾച്ചർ മെത്തേഡ്,
ഇത് മുഴുവനും അവർ ഇല്ലാതാക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ്. അവർ കുറേ കമ്പനീസ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനീസൊക്കെ കൊണ്ടുവന്ന് ഇവിടെ, എന്നിട്ട് എന്താ പറയുക, ഇന്ത്യയിൽ അങ്ങനെ അവർ കമ്പനികൾ സ്ഥാപിക്കാനൊക്കെ ആയിട്ട് കുറേ നോക്കി. അപ്പോൾ കുറേ ലാൻഡും കാര്യങ്ങളൊക്കെ അവർ നിസ്സാര വിലയ്ക്കാണ് നമ്മുടെ കയ്യിൽ നിന്ന് സ്ഥലങ്ങളൊക്കെ മേടിച്ചെടുത്തിട്ടുള്ളത്, അക്വയർ ചെയ്തിട്ടുള്ളത് അവർ. അങ്ങനെ കുറേ അതിൽ കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ്ലി നമ്മുടെ എന്താ പറയുക, എക്കണോമി തന്നെ തകർത്ത് കളഞ്ഞൊരു സിറ്റുവേഷൻ ആയിരുന്നു. എക്കണോമിക് പോളിസി ദാറ്റ് ഇന്ത്യ ഫോളോഡ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് വാസ് ബിൽറ്റ് ഓൺ 5 pillars. അതിനുശേഷമാണ് we started to think about what types of reforms we have to bring, I mean what changes we have to bring എന്നുള്ള കാര്യങ്ങളൊക്കെ. And then the complete economic was built upon 5 pillars. അത് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് നോക്കാം. Comprehensive planning, heavy industry strategy, priority to the public sector, import substitution and government intervention. ഇതാണ് 5 pillars എന്ന് പറയുന്നത്. സോ ടെക്സ്റ്റ് ബുക്കിൽ അതൊന്ന് ഡബിൾ അണ്ടർലൈൻ ചെയ്ത് വയ്ക്കാം. Comprehensive planning, heavy industry strategy, priority to the public sector, import substitution and government intervention. So this policy was the product of those times എന്നുള്ളതാണ്. ഇനി the Great Depression of 1930s of the Soviet Union and the decolonization following the Second World War created a political and economic environment that favored such a policy. So after the Second World War ഒക്കെ നമുക്ക് വന്നിട്ടുള്ള മാറ്റങ്ങൾ കുറച്ചും കൂടി leaders like Jawaharlal Nehru were impressed by the initial success of the socialist experiment in the Soviet Union. Soviet Unionൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ കണ്ടിട്ട് ഇംപ്രസ്ഡ് ആയിട്ടുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന വ്യക്തി. Thus the Soviet model 5-year plans and the public sector led industrialization drive became strong pillars of India's economic policy. അങ്ങനെ സോവിയറ്റ് യൂണിയനിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ കണ്ട് ഇംപ്രസ് ആയിട്ട് അതേപോലത്തെ മാറ്റങ്ങൾ തന്നെയാണ് നമ്മൾ ഇന്ത്യയിലും കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിച്ചതും കൊണ്ടുവന്നതും. ഓക്കെ, അത് തന്നെയാണ് ഇന്ത്യയുടെ സ്ട്രോങ് പില്ലേഴ്സായിട്ട് മാറിയതും. This policy did produce some beneficial impact on the Indian economy. It gave India a well-diversified industrial system. The Green Revolution made India self-sufficient in food, and the government's focus on centers of excellence like the IITs and IIM gave India a strong base in excellent human resources. പഴയ കാലത്ത് പഠിച്ചു വന്ന ആൾക്കാരും ഇക്കാലത്ത് പഠിച്ചു വരുന്ന ആൾക്കാരും തമ്മിൽ വലിയ ഒരു ഡിഫറൻസ് ഉണ്ട്. പഴയ കാലത്ത് പഠിച്ചു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് പഠിച്ചാൽ തന്നെയാണ് അവർ നെക്സ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് അവർ കടക്കുള്ളൂ. ഇവിടെ നമ്മൾ പറയുന്ന പോലെ എന്താ പറയാം, ഓൾ പ്രൊമോഷനൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പഠിക്കുന്നവരും പഠിക്കാത്തവരും എല്ലാവരും ഒരുപോലെ കയറിപ്പോകും. സോ പഠിക്കുന്നവനും ഇല്ലാണ്ടാവും, പഠിക്കാത്തവൻ തീരെയും ഇല്ലാതാകുന്നൊരു സിറ്റുവേഷനാണ്. സോ നമ്മൾ ആ കാര്യം പഠിച്ചു വന്ന ആൾക്കാർ മാത്രം കടന്നാൽ മതി എന്ന് പറയുമ്പോൾ അവർക്ക് അത് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. ഓക്കെ, അതല്ലാതെ ഓൾ പ്രൊമോഷൻ കേസിൽ വരുന്ന ആൾക്കാർക്ക് ഒരു സെൻറ്റൻസ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു മിനിമം 4 മിസ്റ്റേക്കെങ്കിലും ചുരുങ്ങിയത് വരുത്താതെ ഒരു സെൻറ്റൻസ് പോലും എഴുതാനായിട്ട് നമ്മുടെ മക്കൾക്ക് അറിയാത്തൊരു സിറ്റുവേഷനാണ്. സോ ഹൗ ഇറ്റ് ഈസ് ഹാപ്പനിങ് എന്നുള്ളതാണ്. The quality of education is going down, but we are planning ഒക്കെ വലിയ കാര്യത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കുറയാനുള്ള ഒരു റീസൺ എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്വാളിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോയാൽ മതി. സോ ഇനി വരുന്ന ഒരു നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇപ്പോൾ മാറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു അത് കുറച്ചും കൂടി ബെറ്ററായിട്ട് വരും. കാരണം കുട്ടികൾ ചിലപ്പോൾ ഒരു ഫസ്റ്റ് ഇയർ ഡിഗ്രി കഴിയുമ്പോൾ അവർക്കൊരു ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ട്. ദാറ്റ് ഹെൽപ്സ് ദം
അവർക്ക് എന്തെങ്കിലും, അപ്പോൾ നമ്മൾ പഠിക്കുന്ന കോഴ്സുകളിലൂടെ തന്നെ എന്തെങ്കിലും ഒരു ജോലി സാധ്യതകൾക്കുള്ള ഒരു കോഴ്സോട് കൂടിയിട്ടാണ് ഓരോ വർഷം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പോകുന്നത്. സോ ഇനി വരുന്നൊരു മാറ്റം എന്ന് പറയുന്നത്, ഇനി വരുന്നൊരു എഡ്യൂക്കേഷൻ റിഫോം എന്ന് പറയുന്നത് വളരെ വലിയ മാറ്റമായിരിക്കും. അത് വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള മാറ്റങ്ങളായിരിക്കും ഇനി കൊണ്ടുവരാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മുടെ അന്നത്തെ സിസ്റ്റത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് നമ്മൾ ഈ പറഞ്ഞ രീതിയിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് സ്റ്റാർട്ടഡ് ഗിവിങ് ഇമ്പോർട്ടൻസ് ടു ദി IITs. IITsന്ന് പുറത്ത് വരുന്ന കുട്ടികളെ കൊത്തിക്കൊണ്ട് പോകാനാണ് ഓരോ ഓർഗനൈസേഷൻസും വെയിറ്റ് ചെയ്യുന്നത്. കാരണം അത്രയും ബ്രൈറ്റായിട്ടുള്ള ആൾക്കാർ മാത്രമാണ് IITയിലൂടെ കടന്നു പോകാനായിട്ട് സാധിക്കുള്ളൂ. So those people, I mean those students who are coming out in excellence from the IITs will be having good ideas. They'll be having what are the new methodology, what are the new technology used in the industries ennulla karyangalanu. Okay, but this policy, which was government led, also created a license permit quota raj, which stifled initiative and enterprise and fostered corruption. അപ്പം ഈ ലൈസൻസ് രാജ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. എന്താണ് ലൈസൻസ് രാജ് എന്ന് പറയുന്ന സിസ്റ്റം? കേട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇല്ല എന്നുണ്ടെങ്കിൽ അറിഞ്ഞോളൂ. ലൈസൻസ് രാജ് എന്ന് പറയുന്നത് ദറ്റ് ഈസ് നമ്മൾ വി ആർ ഷട്ടിങ് ഓഫ് ദി ഇമ്പോർട്ട്. അതായത് പുറമെ രാജ്യത്തിൽ നിന്ന് സാധനങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് പരമാവധി റെഡ്യൂസ് ചെയ്യുക. അതിന് പകരം സാധനങ്ങൾ ഇവിടുന്ന് കയറ്റി അയക്കാം, അതേപോലെ തന്നെ ഇവിടെ തന്നെ മാനുഫാക്ചർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ പുറമേ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾക്ക് ഹെവി അല്ലെങ്കിൽ ഹൈ താരിഫാണ് ഗവൺമെൻറ് ഫിക്സ് ചെയ്യുന്നത്. സോ പീപ്പിൾ വിൽ നോട്ട് ബ്രിങ് എനിത്തിങ് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇമ്പോർട്ട് പരമാവധി റെഡ്യൂസ് ചെയ്യുക, എക്സ്പോർട്ട് പരമാവധി ഇൻക്രീസ് ചെയ്യുക, ആൻഡ് ദെൻ മാനുഫാക്ചറിങ് ഇൻ ഇന്ത്യ ഇൻക്രീസ് ചെയ്യുക. ഇതൊക്കെയാണ് അന്നത്തെ പ്ലാനിങ്ങിലുണ്ടായിരുന്നത്. അപ്പോൾ വന്നിട്ടുള്ളതാണ് ഈ ലൈസൻസ് രാജ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഫോറിൻ കാറുകൾ നമ്മൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അതിന് ഹെവി താരിഫാണ്. അതിൻ്റെ നമ്മൾ 125 times ആണ് നമ്മൾ അതിന് താരിഫ് റേറ്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. സോ അത്രയും റേറ്റ് കൊടുത്ത് നമ്മൾ ഇന്ത്യയിലേക്ക് നമ്മൾ ഫോറിൻ കാർ നമ്മൾ കൊണ്ടുവരുന്നതിനേക്കാൾ ബെറ്റർ ഇവിടെ നിന്ന് തന്നെ നമുക്ക് നല്ല കാറുകൾ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഓക്കെ, സോ അങ്ങനെ നമ്മുടെ നാട്ടിലുള്ള മാനുഫാക്ചർ ചെയ്തിട്ടുള്ള സാധനങ്ങളിനെ കുറച്ചും കൂടിയും നമ്മൾ എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ മെയിൻ ഉദ്ദേശമായിട്ട് അവർക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന സിസ്റ്റത്തിലും കറപ്ഷനും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. വെൽ മീനിങ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ലെഡ് ടു ഓവർ റെഗുലേഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് സപ്രഷൻ ഓഫ് പ്രൈവറ്റ് എൻ്റർപ്രൈസ്. The success of the Asian tigers, Hong Kong, Singapore, South Korea and Taiwan, who followed a different economic model, led to rethinking in economic policy in developing economies എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടാണ് ലേറ്റ് 80s വന്നപ്പോഴാണ് കൊളാപ്സ് ഓഫ് സോവിയറ്റ് യൂണിയൻ വന്നിട്ടുള്ളത്. ദ കൊളാപ്സ് ഓഫ് ദി സോവിയറ്റ് യൂണിയൻ ഇൻ ദ ലേറ്റ് 80s and the change of direction in China following the ascendancy of Deng Xiaoping created an environment of change in economic policy. അപ്പോൾ അതിനുശേഷം ചൈനയുടെ മൂവ്മെൻറ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങി, അവരും അവരുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പം മൊത്തത്തിൽ നമ്മുടെ എക്കണോമിയിൽ തന്നെ ഒരു മാറ്റം വരാനായിട്ട് തുടങ്ങി. ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ക്രൈസിസ് ഇൻ 1991 ഫോഴ്സ്ഡ് ദ ചേഞ്ച് ഇൻ എക്കണോമിക് പോളിസി and the initiation of economic reforms in India. ഓക്കെ, ഇനി എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമുക്ക് ഇന്ത്യൻ എക്കണോമിയിൽ വന്നിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. 1991 തൊട്ട് വന്നിട്ടുള്ള മെയിനായിട്ട് വന്നിട്ടുള്ള ഫാക്ടേഴ്സ്. സോ ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വേഴ്സ്റ്റ് എക്കണോമിക് ക്രൈസിസ് ആണ് ആ സമയത്ത് നമുക്കുണ്ടായിരുന്നത്. ഇന്ത്യസ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഫെൽ ടു $1 billion, just sufficient for 2 weeks of import requirements. അപ്പോൾ നമുക്ക് ആ കൂടി നമ്മുടെ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്
ഇമ്പോർട്ട് റിക്വയർമെൻറ്റ്സിന് ആകെ കൂടി നമ്മുടെ കയ്യിൽ 2 ആഴ്ചത്തേക്കുള്ള ഒരു ബാലൻസ് മാത്രമേ നമ്മുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. The fiscal deficit, what do you mean by fiscal deficit? That is the difference between total revenue and total expenditure. Okay. അപ്പോൾ അതിനെയാണ് നമ്മൾ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ GDP, കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് അറ്റ് 4% ഓഫ് GDP ക്രോസ്ഡ് ഓൾ ലിമിറ്റ്സ് ഓഫ് മാക്രോ എക്കണോമിക് prudence. Credit rating agencies like Standard and Poor or Moody's downgraded India's credit rating to speculative grade, triggering in the fight of capital from the country. സോ വളരെ ഡൗൺ റേറ്റിലേക്കും അതേപോലെ തന്നെ ഒരു ട്രിഗറിങ് റേറ്റിലേക്കുമാണ് ഇത് മാറിയിട്ടുള്ളത്. ഇന്ത്യ കെയിം ക്ലോസ് ടു ഡിഫോൾട്ടിംഗ് ഓൺ ഹർ ഇൻ്റർനാഷണൽ കമ്മിറ്റ്മെൻറ്റ്സ്. The government had to sell some gold and the RBI was forced to pledge part of its gold reserves with the Bank of England to raise the much needed foreign exchange. നമ്മുടെ കയ്യിലുള്ള ഗോൾഡ് പണയത്തിന് വെക്കേണ്ട ഒരവസ്ഥ പോലും RBIക്ക് വന്നു ഫോറിൻ എക്സ്ചേഞ്ച് ഒന്ന് പിടിച്ചു നിർത്താനായിട്ട്. ഫൈനലി ദ ഗവൺമെൻറ് അപ്രോച്ച് ദ IMF, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിനെ അപ്രോച്ച് ചെയ്തു. അവരെന്ത് ചെയ്തു? 2 ലോണുകൾ പാസ്സാക്കി. $1.03 billion and $789 billion under 2 different schemes. അതിനുശേഷമാണ് നമുക്കൊന്ന് പിടിച്ചു നിൽക്കാനായിട്ട് നമുക്ക് സാധിച്ചത്. അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള മാറ്റം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിഷ്യേഷൻ ഓഫ് റിഫോംസ് അണ്ടർ നരസിംഹ റാവു ആൻഡ് മൻമോഹൻ സിംഗ്. അവിടെ വന്നിട്ടുള്ള മാറ്റം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻ ജൂൺ 1991 എ ന്യൂ ഗവൺമെൻറ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് നരസിംഹ റാവു assumed office. Rao chose a technocrat with proven academic and administrative credentials, Manmohan Singh, as the finance minister. മൻമോഹൻ സിംഗ് സാറിനെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ he is a great economist. കൃത്യമായിട്ട് ആൾ പറയും കാര്യങ്ങൾ. ഭയങ്കര ഒരു അനാലിസിസ് ചെയ്യാനുള്ള ഒരു കഴിവുള്ള ആളാണ്. നമ്മൾ എന്തൊക്കെയാണ് എക്കണോമിയിൽ വരുന്ന മാറ്റങ്ങളെന്ന് അത് ഓരോ വ്യക്തിനെ അറിഞ്ഞിട്ടാണ് നമ്മൾ ഓരോ പോസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നത്. സോ അങ്ങനെ അറിഞ്ഞു കൊടുത്തതാണ് ഫിനാൻസ് മിനിസ്റ്റർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ്. മൻമോഹൻ സിംഗ് ഇനിഷ്യേറ്റഡ് ഫാർ റീച്ചിങ് economic reforms whose consequences on the economy in the years that followed were truly profound. Manmohan Singh began by devaluing the rupee by 9% and 11% respectively. This was followed by trade liberalization that helped improve India's credit rating. Trade liberalization കൊണ്ടുവന്നു. ഓക്കെ, അവിടെ മാറ്റങ്ങൾ വന്നു. ട്രേഡിങ്ങിൽ മാറ്റം വന്നതോട് കൂടിയിട്ട് ക്രെഡിറ്റ് റേറ്റിംഗ് ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങി. On July 24th, Manmohan Singh presented his epoch-making budget which initiated the process of dismantling the license Raj. ആ ഒരു സിസ്റ്റം തന്നെ ഇല്ലാതാക്കുന്നൊരു സിറ്റുവേഷൻ. അത് വളരെ സഫക്കേഷൻ ക്രിയേറ്റ് ചെയ്തായിരുന്നു. ദറ്റ് ഈസ് കംപ്ലീറ്റ് ഇമ്പോർട്ട് തന്നെ നമ്മൾ വേണ്ടാന്ന് വയ്ക്കുമ്പോൾ വരുന്ന മാറ്റം. നമ്മൾ ഇമ്പോർട്ട് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങളും നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന ഇമ്പോർട്ടും അവർ വേണ്ടാന്ന് വയ്ക്കും. അപ്പം നമ്മുടെ എക്സ്പോർട്ടിനെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ വിച്ച് ഹാഡ് സ്റ്റൈഫിൾഡ് ദ എൻ്റർപ്രൈസ് ആൻഡ് ഇനിഷ്യേറ്റീവ് ഓഫ് ഇന്ത്യൻസ് ഫോർ ലോങ്. From 1991 onwards, reforms became a continuous process encompassing all sectors and segments of the economy. സോ 1991 മൻമോഹൻ സിംഗ് കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങളനുസരിച്ച് വന്നിട്ടുള്ള ദറ്റ് ഈസ് ട്രേഡ് ലിബറലൈസേഷൻ, ഇമ്പോർട്ടിൽ വരുന്ന ദറ്റ് ഈസ് ലൈസൻസ് രാജ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തു, അതൊക്കെ ഡിസ്മാൻറ്റിൽ ചെയ്തു, അതൊക്കെ വേണ്ടാന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള ചില മാറ്റങ്ങളുകൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടുള്ള ഗ്രേറ്റ് ചേഞ്ചസ് എന്നുള്ളതാണ്. ഇനി നമുക്ക് പറയാനുള്ളത് സേലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദ റിഫോംസ്. ആ ഒരു മാറ്റത്തിൽ വന്നിട്ടുള്ള എന്തൊക്കെ ഫീച്ചേഴ്സാണ്, അതിൽ വന്നിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണ്, ഒരു ഹൈലൈറ്റ് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിൽ വന്നിട്ടുള്ളതാണ് ഇൻഡസ്ട്രിയൽ റിഫോംസ്. ഇൻഡസ്ട്രിയിൽ വന്നിട്ടുള്ള മാറ്റം എന്താണെന്ന് നോക്കാം. De-licensing. The number of industries that required licenses was reduced.
അപ്പോൾ എന്തിനും ഏതിനും ലൈസൻസ് വേണം. ലൈസൻസ് കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എന്താ പറയുക, കുറേ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട്. സോ അല്ലെങ്കിൽ കുറേ ഫോർമാലിറ്റീസ് അതിന് വേണ്ടിയിട്ട്. സോ അങ്ങനെ ദാറ്റ് ഈസ് ലൈസൻസ് റിക്വയർഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് പരമാവധി റെഡ്യൂസ് ചെയ്തു. ദ നമ്പർ ഓഫ് ഇൻഡസ്ട്രീസ് റിസർവ്ഡ് ഫോർ ദി പബ്ലിക് സെക്ടർ വാസ് റെഡ്യൂസ്ഡ് ടു 6. പബ്ലിക് സെക്ടറിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ഇൻഡസ്ട്രീസ് 6 എണ്ണത്തിലായിട്ട് ചുരുക്കി. ഓൾ അതേഴ്സ് വർ ഓപ്പൺ ടു ദി പ്രൈവറ്റ് സെക്ടർ. ബാക്കിയെല്ലാം ആർക്ക് വേണ്ടി തുറന്നു വെച്ചേക്കാണ്? പ്രൈവറ്റ് സെക്ടർ. സോ എനി വൺ ക്യാൻ കം ഇൻ എന്നുള്ള പോലെയാണ്. അപ്പോൾ തന്നെ മാറ്റങ്ങൾ വരാനായിട്ട് തുടങ്ങി. എല്ലാം ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് പറയുമ്പോൾ അവർക്ക് കാര്യങ്ങൾ എല്ലാതും ഏറ്റെടുത്ത് ചെയ്യാനും പറ്റുന്നില്ല. സോ കുറച്ച് കാര്യങ്ങൾ പ്രൈവറ്റ് സെക്ടറിലേക്ക് വിട്ടുകൊടുത്തപ്പോൾ പ്രൈവറ്റ് സെക്ടർ അവർ വളരെ നന്നായിട്ട് അത് ചെയ്യാനായിട്ട് തുടങ്ങി. Automatic approval for foreign investment up to 51%. So the people who are interested from foreign countries will come and invest in our country എന്നുള്ളതാണ്. Removal of MRTP restrictions. Public sector units were given more autonomy. Disinvestment of a part of government securities. ഇതിലൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് തുടങ്ങി ഇൻഡസ്ട്രിയൽ റിഫോംസിൽ. ഇനി ഈ 1991 reform, we'll see how it has been affected in the capital market reforms. അതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് നോക്കാം. Abolition of CCI and free pricing. സെബി എംപവർ ചെയ്തിട്ടുള്ളൊരു സമയമായിരുന്നു. ദാറ്റ് ഈസ് Securities and Exchange Board of India. Mutual funds open to the private and also to the foreign sectors. Indian companies allowed to raise capital abroad through GDR or ADR issues. Foreign portfolio investment norms, NSE, online trading and dematerialization of securities, rolling settlement and derivatives trading. അതായത് എന്തൊക്കെയാണ് ഫ്യൂച്ചർ ഓപ്ഷൻസ്, ഫ്യൂച്ചറിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെയാണ് നമുക്ക് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് സ്ട്രക്ചറിലും കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ. ആൻഡ് ദെൻ ഇനി അത് ട്രേഡിലേക്ക് എങ്ങനെ എഫക്റ്റ് ചെയ്തു നോക്കാം. ട്രേഡ് വല്ലാതെ ലിബറലൈസ് ചെയ്തു. സിൻസ് 1992 imports are regulated through a negative list which has been progressively reduced. Export processing zone scheme, MEPS എന്ന് പറയാറുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ EPZ എന്ന് പറയാറുണ്ട്. MEPS എന്ന് പറയുന്നത് മദ്രാസ് എക്സ്പോർട്ട് പ്രോസസ്സിംഗ് സോണിനെയാണ് MEPS എന്ന് പറഞ്ഞത്. MPZ എന്ന് പറയുമ്പോൾ EPZ എന്ന് പറയുമ്പോൾ എക്സ്പോർട്ട് പ്രോസസ്സിംഗ് സോണുകളാണ്. ഇനി അതേപോലെ തന്നെ SPZ ഉണ്ട്, സ്പെഷ്യൽ പ്രോസസ്സിംഗ് സോൺ ഉണ്ട്. ദാറ്റ് ഈസ് ഇവരൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുണ്ടെങ്കിൽ 100% EOU, that is export oriented unit schemes introduced to provide for duty free enclaves. ഞാനത് പറഞ്ഞു, ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് രണ്ട് കാര്യങ്ങളും സ്മൂത്തായിട്ട് പോവുള്ളൂ. സോ നമ്മൾ ഒരു പീരീഡിൽ എന്താ ചെയ്തു, ഇമ്പോർട്ട് കംപ്ലീറ്റ്ലി നമ്മൾ കട്ട് ഷോർട്ട് ചെയ്തു. സോ ഇറ്റ് ഓട്ടോമാറ്റിക്കലി എഫക്റ്റഡ് അവർ നമ്മുടെ എക്സ്പോർട്ടിനെ അത് എഫക്റ്റ് ചെയ്തു. സോ വെൻ വി ഓപ്പൺ ദി വേ ഫോർ ദി ഇമ്പോർട്ട്, ഓട്ടോമാറ്റിക്കലി gateway of export was also open for us എന്നുള്ളതാണ്. ഓക്കെ, റുപ്പി made convertible on the trade account and later on to the current account. അതേപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് റീപ്ലേസ്ഡ് ബൈ ദി ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ടായിട്ട് മാറി. അപ്പോൾ അങ്ങനെ ട്രേഡിലും ചില മാറ്റങ്ങൾ കൊണ്ടുവന്നു. കുറച്ചും കൂടി ലിബറലൈസ് ചെയ്തു, ലൂസൻ ചെയ്തു. കുറച്ചും കൂടി ആ നിയമങ്ങളൊക്കെ ഒന്നും കൂടി ലൂസൻ ചെയ്തിട്ടുള്ളൊരു സിറ്റുവേഷൻ. അപ്പോൾ ആൾക്കാർക്ക് കുറച്ചുകൂടി ഫ്രീ ആയിട്ട് എക്സ്പോർട്ടിനായാലും ഇമ്പോർട്ടിനെ കുറിച്ചിട്ടായാലും ചിന്തിക്കാനും അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ വളരെ എളുപ്പത്തിൽ സാധിച്ചു. ആൻഡ് ദെൻ ഇസ് ഇൻഫ്രാസ്ട്രക്ചർ റിഫോംസ് ആണ്. അതിൽ വരുന്നത് ടെലികോം, നമ്മുടെ ടെലിഫോണിക് സിസ്റ്റം ഓപ്പൺ ടു ദി പ്രൈവറ്റ് സെക്ടറിലേക്ക് കൊടുത്തു. അവിടെ നിന്നാണ് ഓരോ ഗ്രൂപ്പുകളും വന്നിട്ടുള്ളത്. അതുവരിക്കും BSNL എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഗവൺമെൻറ്റിൻ്റെ കീഴിൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രൈവറ്റ് സെക്ടറിലേക്ക് ടെലികോം കൊടുത്തതും. അവിടെ നിന്നാണ് പല നെറ്റ്വർക്ക് സർവീസസ് നമുക്ക് ഓപ്പൺ അപ്പ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുള്ളത്. ഫോറിൻ ഇക്വിറ്റി പാർട്ടിസിപ്പേഷൻ, ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ, പ്രൈവറ്റ് എയർലൈൻസ്, നാഷണൽ ഹൈവേ ആക്ട് എമെൻഡഡ് ടു പ്രൈവറ്റ് എയർലൈൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എയർ ഇന്ത്യ മാത്രമായിട്ടുണ്ടായിരുന്നൊരു സമയം ഉണ്ടായിരുന്നു.
അപ്പം അതൊക്കെ മാറി. എയർ ഇന്ത്യ മാത്രമല്ല, എത്രയോ പ്രൈവറ്റ് എയർലൈൻസ് നമ്മളതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നാഷണൽ ഹൈവേ ആക്ട് അമെൻഡഡ് ടു ലെവി ഫീ ഓൺ നാഷണൽ ഹൈവേസ്, റോഡ് സെക്ടർ, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ റോഡ് പ്രൊജക്റ്റിലും വന്നു തുടങ്ങി. നാഷണൽ ഹൈവേ പ്രൊജക്റ്റ് മെർജിങ് ദ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ കണക്റ്റിംഗ് ഡൽഹി, മുംബൈ, ചെന്നൈ ആൻഡ് കൊൽക്കത്ത with the east-west and the north-south Kashmir to Kanyakumari corridors launch. അപ്പോൾ ഇങ്ങനെ ഇറ്റ് ഈസ് എന്താ പറയുക, റോഡ് ഡെവലപ്മെൻറ്റിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ. അതേപോലെ തന്നെ ടെലികോം, ഫോറിൻ ഇക്വിറ്റിയിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ, പ്രൈവറ്റ് എയർലൈൻസിൽ വന്നിട്ടുള്ള ചേഞ്ചസ്, അങ്ങനെ ടോട്ടൽ ഇൻഫ്രാസ്ട്രക്ചറിൽ വന്നിട്ടുള്ള റിഫോംസാണ് ഈ പറയുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് ഫിനാൻഷ്യൽ സെക്ടറിൽ എന്തൊക്കെ രീതിയിലാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളതെന്ന് നോക്കാം. അതിൽ ബാങ്കിങ് സെക്ടറുണ്ട്, ഇൻഷുറൻസ് സെക്ടറുണ്ട്, ഓക്കെ, ആൻഡ് ദെൻ ടാക്സേഷൻ റിഫോംസ് വരുന്നുണ്ട്, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് വരുന്നുണ്ട്. ഇതാണ് ഏകദേശം നമുക്ക് ഫിനാൻഷ്യൽ സെക്ടറിൽ വരുന്ന കാര്യങ്ങൾ. ബാങ്കിങ് സെക്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നരസിംഹം കമ്മിറ്റി റെക്കമെൻഡേഷൻസ് ഓൺ ബാങ്കിങ് സെക്ടർ ഇംപ്ലിമെൻ്റ് ചെയ്തു. ന്യൂ ജനറേഷൻ ബാങ്കുകൾ ദറ്റ് ഈസ് പ്രൈവറ്റ് സെക്ടറിൽ വരാനായിട്ട് തുടങ്ങി. അതേപോലെ തന്നെ ബാങ്കിൻ്റെ ബ്രാഞ്ചുകൾ ലിബറലൈസ് ചെയ്യാനായിട്ട് തുടങ്ങി. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ദൂരം പോകണമെന്നറിയാം, എവിടെയെങ്കിലും ഒരു സ്ഥലത്തേക്ക് ബാങ്കുകൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു എന്താ പറയുക, 4ഉം 5ഉം സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ബാങ്ക് ബ്രാഞ്ചിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ. ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പ്ലേസസിലും എന്താ പറയുക, ബാങ്കിന് അതിൻ്റേതായ ബ്രാഞ്ചസ് വന്നു തുടങ്ങി. അപ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, മണി ട്രാൻസാക്ഷൻ വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് തുടങ്ങി. SLRും CRRും നമ്മൾ റെഡ്യൂസ് ചെയ്തു. ഇൻട്രസ്റ്റ് റേറ്റിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു, ഡീറെഗുലേറ്റ് ചെയ്തു. നാഷണലൈസ്ഡ് ബാങ്ക്സ് അലൗഡ് ആക്സസ് ടു ക്യാപിറ്റൽ മാർക്കറ്റ്സ്, prudential norms for capital adequacy, ഇൻകം റെക്കഗ്നിഷൻ, അങ്ങനെ ബാങ്കിങ് സെക്ടറിലും അവരുടേതായ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് തുടങ്ങി. ഇനി ഇൻഷുറൻസിൽ നോക്കാം എന്തൊക്കെ ചേഞ്ചസ് ആണെന്ന്. മൽഹോത്ര കമ്മിറ്റി റെക്കമെൻഡേഷൻസ് ഓൺ ഇൻഷുറൻസ് റിഫോംസ് ഇംപ്ലിമെൻറ്റ് ചെയ്തു. IRDA Act was passed in 1999, facilitating foreign direct investment of 29% in life and general insurance. ഈ ഇൻഷുറൻസ് കമ്പനികാരെങ്ങനെയാണ് നിൽക്കുന്നത്? അവർ അനദർ ഇൻഷുറൻസ് കമ്പനിയിൽ ഇൻഷുർ ചെയ്തിട്ടുണ്ടാവും. ഇതൊരു ചെയിനാണ്. ഓക്കെ, റീ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു ചെയിനാണ്. അപ്പോൾ ഇവർ എല്ലാവരും പരസ്പരം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. സോ ഒരു ഇൻഷുറൻസ് കമ്പനി മറ്റൊരു ഇൻഷുറൻസ് കമ്പനിയിൽ ഇൻഷുർ ചെയ്തിട്ടുണ്ടായിരിക്കും, മറ്റൊരു ഇൻഷുറൻസ് കമ്പനി വേറെ ഇൻഷുറൻസ്, അങ്ങനെ ദറ്റ് ഈസ് ഒരു ചെയിൻ നെറ്റ്വർക്ക് പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ദി IRDAക്കാണ് നമ്മൾ കംപ്ലീറ്റ് ആക്റ്റും പാസ് ചെയ്ത് അവർക്കാണ് അതിൻ്റെ അതോറിറ്റി നമ്മൾ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ദെൻ ടാക്സേഷൻ റിഫോംസ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സസ് നാഷണലൈസ് ചെയ്തു. മാക്സിമം മാർജിനൽ റേറ്റ് ഓഫ് ഇൻകം ടാക്സ് 56% ആയിരുന്നു 1990. കോർപ്പറേറ്റ് ടാക്സ് 51.75%. ആൻഡ് ദെൻ കസ്റ്റംസ് ഡ്യൂട്ടി, ഓക്കെ, നമ്മൾ സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിനുള്ള കസ്റ്റംസ് ഡ്യൂട്ടി. അതേപോലെ തന്നെ എക്സ്ക്ലൂഡിങ് എ സ്മോൾ ലിസ്റ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ലിക്കർ, യൂസ്ഡ് കാർസ് എക്സെട്ര. ദ പീക്ക് കസ്റ്റംസ് എന്ന് പറയുന്നത് ഡ്യൂട്ടി സ്റ്റാൻഡ്സ് at 10% ആണ്. അപ്പോൾ നമ്മൾ പുറമേ നിന്ന് സാധനങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ 10% ഡ്യൂട്ടി മിനിമം നമ്മൾ അടയ്ക്കേണ്ട ഒരു സിറ്റുവേഷൻ. പിന്നെ വാല്യൂ ആഡഡ് ടാക്സ്, സർവീസ് ടാക്സ്, ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു ആ സമയത്ത്. അങ്ങനെയാണ് ടാക്സിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ. ഇപ്പോൾ നമുക്കതൊക്കെ മാറ്റി ഇപ്പോൾ വൺ ടൈം ടാക്സ് പോളിസി സിസ്റ്റമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് GST ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞ മാറ്റം. ഓക്കെ, ജൂലൈ 2017 നമ്മൾ GST ഇൻട്രൊഡ്യൂസ് ചെയ്തു. റീസെൻ്റായിട്ട് കൊണ്ടുവന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്. ഇനി വേറെ എന്തൊക്കെയാണ് റീസെൻറ്റ് റിഫോംസിൽ വന്നിട്ടുള്ളത് നോക്കാം. സക്സസീവ് ഗവൺമെൻറ്റ്സ് വിച്ച് കെയിം ടു പവർ സിൻസ് 1991 ഹാവ് ടേക്കൻ ദ റിഫോംസ് ഫോർവേഡ് എന്നുള്ളതാണ്. 51% FDI in multi-brand retail, 100% FDI in a single brand retail, transparency introduced in coal and spectrum allocation through auction, FDI in insurance, coal mines bill passed, Black Money Act 2015, bankruptcy bill passed, small banks and payment banks allowed by the RBI.
അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ള ചേഞ്ചസ് ആണ് ഇതിൽ. അപ്പോൾ ഈ മാറ്റങ്ങൾ വന്നതോട് കൂടിയിട്ടാണ് ഈ മേഖലകൾ കുറച്ചും കൂടിയും ഫ്രീ ആവാനായിട്ട് തുടങ്ങി. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ 2016 തൊട്ട് ദ ഗവൺമെൻറ് അനൗൺസ് ലിബറലൈസേഷൻ ഓഫ് FDI, മേക്കിംഗ് ഇന്ത്യ വൺ ഓഫ് ദ മോസ്റ്റ് ലിബറൽ ആൻഡ് അട്രാക്റ്റീവ് ആയിട്ട് ആവാൻ വേണ്ടിയിട്ടാണ് FDI നമുക്ക് ഒന്നും കൂടിയും ലിബറലൈസ് ചെയ്തൊരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ ദ റിഫോംസ് വർ ഗിവൻ ഇൻ ബ്രീഫ്, that is defense, pharmaceuticals, aviation, food trading, media, private security agency, single brand retail and animal husbandry. ഈ പറയുന്ന കാര്യങ്ങൾക്കാണ്. ഡിഫെൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100% FDI പെർമിറ്റഡ് ത്രൂ ഗവൺമെൻറ് അപ്രൂവൽ. ഫാർമസ്യൂട്ടിക്കൽസ് 74% FDI ആണ്. ഏവിയേഷനിൽ 100% FDI ആണ്. ഫുഡ് ട്രേഡിങ്ങിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100% FDI. മീഡിയ, ദറ്റ് ഈസ് കേബിൾ, DTH, ടെലിപോർട്സ്, ഇതിനും 100% FDI. പ്രൈവറ്റ് സെക്യൂരിറ്റി ഏജൻസി, അതിന് 49% അണ്ടർ ഓട്ടോമാറ്റിക് റൂട്ട് ആൻഡ് 74% ഓൺ ഗവൺമെൻറ് അപ്രൂവൽ റൂട്ട്. അതേപോലെ തന്നെ സിംഗിൾ ബ്രാൻഡ് റീറ്റെയിൽ, ദറ്റ് ഈസ് local sourcing norms relaxed up to 3 years for all single brand entities. Another 5 years relaxation for products, for trading of products having state of the art and cutting edge technology will be allowed. Animal husbandry il nokkanundengil FDI in animal husbandry 100% ആണ്. That is aquaculture, apiculture, എല്ലാ കാര്യങ്ങളും, ഈവൻ ദറ്റ് ഈസ് ഇൻക്ലൂഡിങ് നമ്മുടെ ബ്രീഡിങ് ഓഫ് ഡോഗ്സ് അടക്കം നമ്മളിതിൽ ഇൻക്ലൂഡഡ് ആണ് അനിമൽ ഹസ്ബൻഡറിയിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള ചേഞ്ചസ് ആണ്. ഇനി ടോട്ടൽ ഇമ്പാക്റ്റ് ഓഫ് റിഫോംസ്, എന്താണ് റിഫോംസിൻ്റെ ഇമ്പാക്റ്റ് എന്ന് നോക്കാം. ഫീച്ചേഴ്സാണ് നമ്മൾ നോക്കിയത്, ഏതൊക്കെ ഇതിലാണ് മാറ്റങ്ങൾ വരുന്നത് എന്നുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ഇമ്പാക്റ്റ് ഓഫ് റിഫോംസ് എന്നുള്ളതാണ്. ഓക്കെ, ട്രാൻസിഷൻ ഫ്രം എ സെല്ലേഴ്സ് മാർക്കറ്റ് ടു എ ബയേഴ്സ് മാർക്കറ്റ്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള മാറ്റം എന്താണ്? സെല്ലേഴ്സ് മാർക്കറ്റിൽ നിന്ന് ബയേഴ്സ് മാർക്കറ്റിലേക്കാണ്. ദറ്റ് ഈസ് പ്രീ ലിബറലൈസേഷൻ എറ വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഡോമിനൻസ് ഓഫ് സെല്ലേഴ്സ്. അവിടെ സെല്ലേഴ്സ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ദ മാർക്കറ്റ് വാസ് റൂൾഡ് ആൻഡ് കൺട്രോൾഡ് ബൈ ദി സെല്ലേഴ്സ്. അവരാണ് അവിടെ ഡോമിനൻ്റ് ആയിട്ട് നിന്നിരുന്നത്. ബയേഴ്സിന് ഒന്നും പറയാനില്ല, അവർ വിൽക്കുന്നത് എന്താണോ അത് മേടിച്ചിട്ട് പോരാ എന്നുള്ളൊരു സിറ്റുവേഷനാണ്. ഓക്കെ, സോ അവർക്കൊരു വോയിസ് ഇല്ല, ബയേഴ്സിനവിടെ ഒരു വോയിസ് ഇല്ല എന്നുള്ളതാണ്. Preempting of licensing by profiteering businessmen and restrictive provisions like MRTP. അവിടെയാണ് നമുക്ക് മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്നുള്ളൊരു സിസ്റ്റം തന്നെ അവിടെ കൊണ്ടുവരാനായിട്ട് തുടങ്ങിയത്. ഓക്കെ, in 1970s the waiting period for Bajaj Chetak scooter was 8 years. ചിന്തിക്കാൻ പറ്റുമോ നമുക്ക്? ഇന്ന് നമ്മളൊരു വണ്ടി മേടിക്കുന്നുണ്ടെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചക്ക് നമുക്ക് കാത്തിരുന്നാൽ മതി. നമ്മൾ പറയുന്ന വണ്ടി 2 ആഴ്ചയുടെ ഉള്ളിൽ നമുക്ക് ചിലപ്പോൾ ഡെലിവറി നടത്താനായിട്ട് അവർക്ക് സാധിക്കും. പക്ഷേ 1970s നമ്മളൊരു സ്കൂട്ടർ ബുക്ക് ചെയ്താൽ, ബജാജിൻ്റെ ഒരു സ്കൂട്ടർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടണമെന്നുണ്ടെങ്കിൽ 8 years എടുക്കുമെന്നാണ് പറയുന്നത്. ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റുന്നില്ല അല്ലേ ആ കാര്യം. Customers used to pay 8,600 under OYT and wait for 3 years to get a telephone connection. ഒരു നമുക്ക് എന്താ പറയുക, ഒരു ടെലിഫോൺ കണക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ 3 വർഷം കാത്തിരിക്കണം. ഗ്യാസിൻ്റെ കണക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ, ഇതൊക്കെ ഞാൻ ചെറുപ്പത്തിൽ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് ടെലിഫോൺ കണക്ഷൻ, നമ്മൾ ഗ്യാസിൻ്റെ കണക്ഷനൊക്കെ നമ്മൾ നേരത്തെ എഴുതിയിട്ട് കഴിഞ്ഞാൽ 2 കൊല്ലം 3 കൊല്ലം 4 കൊല്ലമൊക്കെ എടുത്തിട്ടൊക്കെ ആയിരിക്കും അത് പാസ് ചെയ്യുന്നത് എന്നുള്ളത്. ദിസ് സെല്ലേഴ്സ് മാർക്കറ്റ് ഇസ് നൗ ഹിസ്റ്ററി. ഇന്നും നമുക്കതൊരു ചരിത്രം മാത്രമാണ്, ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇന്ന് എഴുതി കൊടുത്താൽ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിനുള്ളിൽ എല്ലാ കാര്യങ്ങളായിട്ട് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോരാൻ പറ്റും. അങ്ങനത്തെ സിറ്റുവേഷനാണ്. ലിബറലൈസേഷൻ ആൻഡ് കോമ്പറ്റീഷൻ ഹാവ് എൻഷ്യൂർഡ് ഈസി അവൈലബിലിറ്റി ഓഫ് ക്വാളിറ്റി പ്രോഡക്ട്സ്. അപ്പോൾ ആൾക്കാർക്ക് കോമ്പറ്റീഷൻ ഇൻക്രീസ് ചെയ്തോട് കൂടിയിട്ട്, അതേപോലെ തന്നെ ലിബറലൈസേഷൻ കുറച്ചും കൂടിയും ഒന്നും കൂടിയും എന്താ പറയുക ഫ്രീ ആക്കിയതോട് കൂടിയിട്ട് ഇറ്റ് ഈസ് എല്ലാവർക്കും ക്വാളിറ്റി പ്രോഡക്റ്റുകൾ ലഭിക്കാനായിട്ട് തുടങ്ങി. FDI in the automobile industry has transformed the industry beyond recognition. നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇറ്റ് ഈസ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ നമ്മൾ FDI
കൊണ്ടുവന്നതോടുകൂടി ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതോട് കൂടിയിട്ട് വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് നമുക്ക് വിചാരിക്കുന്നതിനേക്കാളും വലിയൊരു മാറ്റമാണ് അതിൽ വന്നിട്ടുള്ളത്. ഇനി we will see the transition from a command economy to a market economy. The pre-liberalization economic strategy based on comprehensive planning, leadership role for the public sector, import substitution and government intervention produced a command economy. ഇപ്പോൾ അതൊക്കെ മാറി. This command economy has been replaced since liberalization by a market economy responding to impulses from the market. മാർക്കറ്റിൽ വരുന്ന മാറ്റങ്ങളനുസരിച്ച് അതിനനുസരിച്ചാണ് നമ്മളിവിടെ മാറ്റം. മറ്റേതല്ല, കമാൻഡിങ് പവർ ആയിരുന്നു. സോ ദ പീപ്പിൾ ആർ നോട്ട് ഏബിൾ ടു ഓപ്പൺ അപ്പ് ദി മൗത്ത് എന്നുള്ളതാണ്. സോ പിന്നെ ലിബറലൈസേഷൻ വന്നതോട് കൂടിയിട്ട് മാർക്കറ്റ് എക്കണോമിയിൽ വന്നിട്ടുള്ള റെസ്പോൺസസ് അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ കുറച്ചും കൂടി മാറ്റങ്ങൾ വന്നു. ഒരു കമാൻഡിങ് പവറൊക്കെ മാറി. ബയേഴ്സിൻ്റെ ഇൻട്രസ്റ്റ്, ബയേഴ്സിൻ്റെ കാര്യങ്ങൾ അതിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് തുടങ്ങിയൊരു സിറ്റുവേഷൻ. ആൻഡ് ദെൻ ട്രാൻസിഷൻ ഫ്രം എ സെമി ക്ലോസ്ഡ് ഇക്കണോമി ടു ആൻ ഓപ്പൺ ഇക്കണോമി. The pre-liberalization Indian economy was characterized by restrictions on trade and severe curbs on foreign investment. Peak import duty was 300% in 1990. With such absurd levels of protection, there was no pressure on domestic producers to perform. Liberalization of trade and investment and rationalization of duties slowly transformed the Indian economy from a semi-closed to an open economy. അപ്പോൾ ആദ്യം ക്ലോസ്ഡ് ആയിരുന്നു, പിന്നെ അത് സെമി ക്ലോസ്ഡ് ആയി, പിന്നെ ലിബറലൈസേഷൻ വന്നതോട് കൂടിയിട്ട് ഇറ്റ് ഹാസ് ട്രാൻസ്ഫോംഡ് ടു ഓപ്പൺ എക്കണോമി എന്നുള്ളതാണ്. GDP റേഷ്യോ എക്സ്പാൻഡഡ് ഫ്രം 15% തൊട്ട് 35% വരയ്ക്കുമാണ് GDPയിൽ വന്നിട്ടുള്ള റൈസ് എന്ന് പറയുന്നത് ബൈ 2010. അതേപോലെ തന്നെ ട്രാൻസിഷൻ ഫ്രം എ ലോ ഗ്രോത്ത് എക്കണോമി ടു എ ഹൈ ഗ്രോത്ത് എക്കണോമി. ട്രാൻസിഷൻ പിന്നെ വന്നിട്ടുള്ളത് ലോ ഗ്രോത്ത് എക്കണോമിയിൽ നിന്ന് നേരെ ഹൈ ഗ്രോത്ത് എക്കണോമിയിലേക്കാണ് വന്നിട്ടുള്ളത്. ദ ആനുവൽ ആവറേജ് ഗ്രോത്ത് റേറ്റ് ഇൻ ഇന്ത്യ 1950 to 80 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3.5% ആയിരുന്നു. ദ സോ കോൾഡ് ഹിൻഡു ഗ്രോത്ത് റേറ്റ്. ഇൻട്രൊഡക്ഷൻ ഓഫ് ഇനിഷ്യൽ ഡോസ് ഓഫ് റിഫോംസ് ഇൻ 1980 saw the Indian economy moving up to the growth of 5.6%. In 1990s, the growth rate picked up momentum, exceeding 6%. 2000 to 2010, India became the second fastest growing economy in the world with an average rate of 7.3%. In 2015-16 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ലാർജ് എക്കണോമി ഇൻ ദ വേൾഡ് ആയിട്ട് ഇന്ത്യ മാറിക്കഴിഞ്ഞു. 7.6% ആണ് നമ്മുടെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ കമ്പാരിറ്റീവ്ലി വി ആർ ഗ്രോയിങ് എന്നുള്ളതാണ്, ആൻഡ് ഓൾസോ വി ആർ ഗ്രോയിങ് ഫാസ്റ്റ് എന്നുള്ളതാണ് ഇത് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള മാറ്റം എന്താണ്? ഡിക്ലൈൻ ഇൻ പോവേർട്ടി. Higher growth has generated millions of jobs and reduced poverty. അല്ലേ? ഇൻഡസ്ട്രീസ് വരാൻ തുടങ്ങി, എക്കണോമിയിൽ മാറ്റങ്ങൾ വരാനായിട്ട് തുടങ്ങി. പീപ്പിൾ ഹാവ് സ്റ്റാർട്ടഡ് ടു ഗെറ്റ് ദെയർ ഇൻകംസ് റെഗുലർലി എന്നുള്ളതാണ്. അപ്പോൾ അത് വന്നതോട് കൂടിയിട്ട് തന്നെ മൊത്തത്തിലൊരു ചേഞ്ച് വരാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ പോവർട്ടി റേറ്റിലും റിഡക്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അക്കോർഡിംഗ് ടു ദ എസ്റ്റിമേറ്റ് ഓഫ് ദി പ്ലാനിംഗ് കമ്മീഷൻ ടെൻഡുൽക്കർ മെത്തഡോളജിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പോവർട്ടി റേഷ്യോ ഡിക്ലൈൻഡ് ഫ്രം 45.3% ഇൻ 1993-94 കാലഘട്ടത്തിൽ നിന്ന് 21.9%ലേക്കാണ് കുറഞ്ഞത്. 45% നിന്ന് 21%ലേക്ക് കുറഞ്ഞു. ഓക്കെ, അതായത് അത്രത്തോളം എക്കണോമിക് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ദ കൺട്രി ഹാസ് സ്റ്റാർട്ടഡ് ഡെവലപ്പിംഗ് എന്നുള്ളതാണ്. There is huge disparity in poverty among states, with the highest poverty in Chhattisgarh and the lowest in Goa.
അപ്പം നമുക്ക് പോവേർട്ടി റേറ്റ് നോക്കുകയാണെങ്കിൽ ഛത്തീസ്ഗഡിലാണ് ഏറ്റവും കൂടുതൽ പോവേർട്ടി റേറ്റ് വരുന്നത്. ഏറ്റവും പുവറസ്റ്റ് സ്റ്റേറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഛത്തീസ്ഗഡാണ്. ഓക്കെ, ആൻഡ് ലോവസ്റ്റ് ഇൻ ഗോവ അറ്റ് 5.9% പോവേർട്ടി. ഇനി ഹയസ്റ്റ് സ്റ്റേറ്റ് ഏതാണ്? ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് വേണ്ടേ? ഹയസ്റ്റ് സ്റ്റേറ്റ് ഏതാണ്? നമ്മുടെ ഹയസ്റ്റ് എന്നല്ല റിച്ചസ്റ്റ് സ്റ്റേറ്റ്. ഒന്ന് പുവറസ്റ്റ് സ്റ്റേറ്റാണ് നമ്മൾ ഛത്തീസ്ഗഡ് പറഞ്ഞത്. അതേപോലെ പോവേർട്ടി ഏറ്റവും വളരെ ലോ ലെവലിൽ നിൽക്കുന്ന 5% ഒക്കെ നിൽക്കുന്ന നമുക്ക് ഗോവയിലാണ്. അപ്പോൾ ഛത്തീസ്ഗഡും ഗോവയും നമുക്ക് പുവറസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ നിൽക്കുന്നത് എന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. പക്ഷേ വിച്ച് ഈസ് ദ റിച്ചസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ? മുംബൈ. ഓക്കെ, ഇനി സ്പർട്ട് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, അതിലെന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ളത് നോക്കാം. In June 1991, at the height of the balance of payment crisis, India's foreign exchange reserves has dipped to $1 billion, just sufficient for 2 weeks of import requirements. Presently, June 2016 നോക്കുകയാണെന്നുണ്ടെങ്കിൽ India's foreign exchange reserves have touched $362 billion. നമുക്ക് 1991 ഉണ്ടായിരുന്നത് നമ്മുടെ കയ്യിൽ ആകെ കൂടി $1 ബില്യൺ റിസർവ് ആയിട്ടുണ്ടായിരുന്നത്. അതായത് കഷ്ടി നമുക്ക് 2 ആഴ്ചത്തെ കാര്യങ്ങൾ നടക്കും. പക്ഷേ 2016 ആകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന റിസർവ് എന്ന് പറയുന്നത് 362 ബില്യൺ ആണ്. വൺ ഓഫ് ദ ഹയസ്റ്റ് ഇൻ ദ വേൾഡ്. Remittances into the country from abroad and software exports, two major benefits of globalization, contributed substantially to the accretion in foreign exchange reserves. ഈ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സിൽ മാറ്റം വരാനായിട്ടുള്ള കാരണം എന്താണ്? സോഫ്റ്റ്വെയർ എക്സ്പോർട്സും അതേപോലെ തന്നെ ഗ്ലോബലൈസേഷനിൽ വന്നിട്ടുള്ള മാറ്റങ്ങളും കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു ചേഞ്ച് നമുക്കതിൽ വന്നിട്ടുള്ളത്. ആൻഡ് ദെൻ ഗ്രോത്ത് ഇൻ FDI. Liberalization of foreign direct investment led to sustained increase in FDI. ലിബറലൈസേഷൻ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ വന്നോട് കൂടിയിട്ട് തന്നെ നമുക്കൊരു ഗ്രോത്തിനൊരു സസ്റ്റെയിനിറ്റി നമുക്ക് കിട്ടിത്തുടങ്ങി. In 2015-16, India emerged as the largest recipient of FDI. നമ്മളാണ് ഏറ്റവും കൂടുതൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മേടിക്കുന്ന ആൾക്കാരായിട്ട് മാറിയിട്ടുള്ളത്. ഓക്കെ, with the inflows of $55.56 billion. FDI inflows along with the foreign portfolio investment enabled India to finance her current account deficit. അതേപോലെ തന്നെ ഇനി എമർജൻസ് ഓഫ് ഗ്ലോബലി കോമ്പറ്റേറ്റീവ് എൻ്റർപ്രൈസസ് ആണ്. മാസീവ് സ്പേർട്ട് ഇൻ സോഷ്യൽ സെക്ടർ സ്പെൻഡിങ്. അതേപോലെ തന്നെ ഇമ്പാക്റ്റ് 25 years ഓഫ് റിഫോംസ്. വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ ബ്ലാക്ക് മണി എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്, അതിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റങ്ങളൊക്കെയാണ് കൊണ്ടുവരാനായിട്ട് പറ്റുക എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എമർജൻസ് ഓഫ് ഗ്ലോബലി കോമ്പറ്റേറ്റീവ് എൻ്റർപ്രൈസസ് തൊട്ട് വിൽ സീ ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, സോ ഈ എക്കണോമി റിഫോംസ് എന്ന് പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ടോട്ടലി ദറ്റ് ഈസ് റിഫോമിൽ വന്നിട്ടുള്ള ചേഞ്ചസ് ആണ്. ടോട്ടൽ റിഫോംസിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, ടോട്ടൽ എക്കണോമിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ. സോ അതുകൊണ്ട് എന്തൊക്കെ ദറ്റ് ഈസ് ലിബറലൈസേഷൻ വന്നു, ടാക്സ് കട്ട് ഓഫ് എന്ന് പറയുന്ന കാര്യങ്ങൾ കൊണ്ടുവന്നു. അങ്ങനെ കുറേ കാര്യങ്ങളിൽ നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് തുടങ്ങി. ഒരു 2-way പ്രോസസ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇമ്പോർട്ടിൻ്റെ മീതുണ്ടായിരുന്ന ടാക്സും കാര്യങ്ങളൊക്കെ താരിഫൊക്കെ നമ്മൾ റെഡ്യൂസ് ചെയ്തു. ഇമ്പോർട്ടും എക്സ്പോർട്ടും അപ്പോൾ ഓപ്പൺ അപ്പായി തുടങ്ങി. അങ്ങനെ ഒരു ക്ലോസ്ഡ് എക്കണോമിയിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ചേഞ്ചസ് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ എക്കണോമിയിലേക്ക് കൊണ്ടുവന്നു. പ്രൈവറ്റൈസേഷൻ കൊണ്ടുവന്നു. അപ്പോൾ കുറേ ആൾക്കാരും കൂടിയും കുറച്ചും കൂടിയും ഇൻട്രസ്റ്റഡ് പീപ്പിൾ ഹാവ് സ്റ്റാർട്ടഡ് ടു കം ഇൻ ടു ദി ഇൻഡസ്ട്രി എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തുടക്കത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂ ഇൻഡസ്ട്രി സെക്ടേഴ്സ് വർ വിത്ത് ദി ഹാൻഡ്സ് ഓഫ് ദി ഗവൺമെൻറ്. അതൊക്കെ മാറി പബ്ലിക് സെക്ടർ ആയിരുന്നു. അതൊക്കെ മാറി കുറച്ചൊക്കെ പബ്ലിക് സെക്ടർ നമ്മൾ 6 മാത്രം മാറ്റി വെച്ചു. ബാക്കിയെല്ലാം പ്രൈവറ്റൈസ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ അങ്ങനെ തന്നെ വന്നപ്പോൾ തന്നെ കോമ്പറ്റീഷൻ ഇൻക്രീസ് ചെയ്ത് ക്വാളിറ്റി പ്രോഡക്റ്റുകൾ വരാനായിട്ട് തുടങ്ങി. ബെറ്റർ ഒരു എക്കണോമി റേറ്റിൽ ആൾക്കാർക്ക് സാധനങ്ങൾ കിട്ടാൻ തുടങ്ങി. അങ്ങനെ എല്ലാത്തിലും ഒരു നല്ല ഒരു ചേഞ്ചാണ് നമുക്ക് ആഫ്റ്റർ 1991 നമുക്ക് ഉണ്ടായി തുടങ്ങിയത്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഹൈലൈറ്റായിട്ട് ഉള്ളത് എന്നുള്ളത്.
അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഡീൽ ചെയ്യുന്ന നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.